ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുരിങ്ങയില കൊണ്ടൊരു അടിപൊളി വിഭവം തയ്യാറാക്കിയാലോ. സാധാരണഗതിയിൽ മുരിങ്ങയില നമ്മളെടുത്ത് തോരൻ വയ്ക്കും, താളിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ മുരിങ്ങയില കറി വയ്ക്കും, അല്ലെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്കിത് എളുപ്പത്തിലൊരു കാര്യം ചെയ്യാം. കുട്ടികളൊക്കെ കഴിക്കാതിരിക്കുന്ന തോരനൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് നമുക്കൊരു അടിപൊളി വിദ്യ ചെയ്യാം. അങ്ങനെ മുരിങ്ങയിലെല്ലാം പെറുക്കി കഴുകി വാരി മാറ്റി വയ്ക്കുക. ഒരു വലിയ തേങ്ങ ചിരണ്ടി വയ്ക്കുക. അതിനോടൊപ്പം തന്നെ എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക്, പച്ചമുളക്, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള പുളി. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് പുറമേ തന്നെ തൊലി കളഞ്ഞ് കഴുകി വാരിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 10-15 ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളിയുടെ ഒരു പച്ചച്ചുവ മാറട്ടെ. അതിപ്പോൾ അതിലേക്ക് തന്നെ നമുക്കൊരു ആവശ്യമുള്ള പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് എടുക്കുക. അതേപോലെ തന്നെ കൂടുതലും ഉണക്കമുളകാണ് വേണ്ടത്, വറ്റൽമുളകാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പച്ചമുളക് കുറച്ചെടുക്കുക, 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കഷ്ണം പുളി ആവശ്യത്തിനുള്ള പുളി. നിന്ന് കറിയിൽ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ എത്ര പുളി വേണമെന്ന് കറിയിൽ ചില ആൾക്കാർക്ക് പുളി കൂടുതൽ വേണം, പുളി കുറവ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി എടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമുളക് പൊട്ടാതെ ശ്രദ്ധിക്കണം, ചിലപ്പം എണ്ണയിട്ട് വഴറ്റുമ്പോഴേക്കും പടപടയിൽ പൊട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക്, ഞാനിപ്പോൾ ഒരു 10 ഉണക്കമുളക് കൂടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവ് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് എരിവ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുളക് ഇട്ടു. ആ ഉണക്കമുളകും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ആ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കഴുകി വാരി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒന്ന് ആ ഉള്ളിയുടെ പച്ചമുളകിൻ്റെ പച്ചമണവും അതൊക്കെ മാറിയിട്ട് ഉണക്കമുളക് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ മുരിങ്ങയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒത്തിരി വേവിച്ച് കളയണ്ട, എന്നാൽ പക്ഷേ വാടും, അല്ലേ പച്ച വയ്ക്കത്തല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒരാവി മൂടി വെച്ച് വേവിക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് മുരിങ്ങയിലയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വാടും. ആ ചട്ടിയിലേക്ക് ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് വാടി ഒരു ചെറിയൊരു അളവിലേക്ക് അത് ചുരുങ്ങും. അപ്പം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത്ര വാടിയ ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കിടക്കും, മുരിങ്ങയിലയുടെ അവിടെ ഇവിടെയായിട്ട് ഉപ്പ് കിടക്കുന്നതുകൊണ്ടാണ് തേങ്ങ കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയിൽ ചതച്ചെടുക്കാം. നമ്മളുടെ ചമ്മന്തിയുടെ പരുവത്തിൽ ചതച്ചെടുക്കുക. അതിലേക്ക് ആദ്യമേ ഉള്ളിയും ഉണക്കമുളകും പച്ചമുളകും എല്ലാം വാരിയിട്ടൊന്ന് ചതച്ച ശേഷം മാത്രമേ മുരിങ്ങയില വാരിയിടും. അവിടെ അല്ലെങ്കിൽ മൊത്തത്തിൽ കരങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മുരിങ്ങയില ചമ്മന്തിയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. പൊളിയല്ലേ നമ്മുടെ മുരിങ്ങയില ചമ്മന്തി? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.